Working hours 8 AM to 6 PM. വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേസാണിത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇല്ലിക്കൽ, കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു തൂക്കുപാലാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇന്നിപ്പം നമുക്കല്ല, ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇല്ലിക്കൽ കല്ല് തീക്കോയി ജംഗ്ഷൻ കഴിഞ്ഞ് നമുക്ക് 1, 2, 3 ലെഫ്റ്റാണ് ഇല്ലിക്കൽ കല്ലിലോട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി ഒരു ഏകദേശം 1 കിലോമീറ്ററോളം വന്നപ്പോഴാണ് ഈ ഒരു ഇത് കണ്ടത്. എന്നാൽ പിന്നെ വീഡിയോ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഒരു കിടിലൻ പ്ലേസ്. അപ്പോൾ ഇത് മീനച്ചിലാറിൻ്റെ കൈവഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് കയറുവാണ്. ഇനിയിപ്പോൾ നേരെ ഇല്ലിക്കൽ കല്ല്. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ റോഡിലോട്ട് പോകാം. അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടിട്ടൊക്കെ പയ്യെ വരുന്നുണ്ട്. നമുക്കിനി റോഡിലോട്ട് ചെന്നിട്ട് നേരെ ഇല്ലിക്കൽ കല്ലിലോട്ട് പോകാം. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേളിൽ ചെല്ലണം. തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ദൂരം അറിയത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇടാതെ ഇങ്ങോട്ട് വരാം. അതൊരു സൗകര്യമാണ്. ഇപ്പോൾ റോഡൊക്കെ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ വരുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇനി മേലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. മഴക്കാലത്ത് ഇല്ലിക്കൽ കല്ല് കാണാൻ നല്ലൊരു ഭംഗിയാണ്. മൊത്തം പച്ചപ്പും പിന്നെ അവിടെ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. ഇനി തിരിച്ചിറങ്ങി വരുന്നിടം വരെ മഴ പെയ്യാതിരുന്നാൽ മാത്രം മതി. അല്ല, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇല്ലിക്കൽ കല്ല് വെള്ളാനി മേലെടുക്കാം. സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ തീക്കോ ജംഗ്ഷൻ കഴിഞ്ഞുള്ള ലെഫ്റ്റ് എടുത്ത് കുറേ ഇങ്ങ് പോകുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് നോക്കി ഇങ്ങ് പോന്നാൽ മതി. മേലെടുക്കെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ റൈറ്റാണ് തിരിയേണ്ടത്. ലെഫ്റ്റ് തിരിയുന്നത് മേലെടുക്കം ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്തു. ഇടയ്ക്ക് റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. മേലെടുക്കം ജംഗ്ഷനിൽ അവിടുന്ന് നമ്മൾ തിരിഞ്ഞ് കയറി വരുന്ന ഒരു വളവുണ്ട്. അവിടുന്ന് ഒരു ഇടയ്ക്ക് കുറച്ച് ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അല്ലാത്ത പക്ഷം റോഡ് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നല്ല കയറ്റവും ഹെയർപിൻ വളവുകളൊക്കെയാണ്. കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലേക്ക് മഴക്കാലത്ത് വരുന്നൊരു പ്രത്യേക ഭംഗിയാണ് അത്. ഓ ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. കാരണം ചെറിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. കുറേ ചെറിയ അരുവികളുണ്ട് കേട്ടോ പോകുന്ന വഴിക്കെല്ലാം. മഴ പെയ്ത് ചെറിയൊരു പണി കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അവിടെയൊക്കെ മഞ്ഞാണ്. മേലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ അരുവികൾ. ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് മഴക്കാലത്ത് ഇല്ലിക്കൽ കല്ലിലോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ മൊത്തം കയറ്റമാണ്. കയറ്റവും ഹെയർപിൻ വളവുകളൊക്കെയാണ്. നല്ല ഒരു തണുപ്പുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഈ മഴക്കാലത്താണെന്ന് തോന്നുന്നു ഇല്ലിക്കൽ കല്ല് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയം. ആ സൈഡ് കണ്ടോടാ, താഴ്വാരം മൊത്തം കോടയാണ്. ഒരാൾക്ക് 20 രൂപയോ മറ്റോ പാസ്സാണ്. പിന്നെ പ്ലസ് ജീപ്പിൽ പോകുന്നതിൻ്റെ ഒരു ചാർജുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ്. വർക്കിംഗ് അവേഴ്സ് 8 AM to 6 PM. രാവിലെ 8 തൊട്ട് വൈകിട്ട് 6 വരെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം. പിന്നെ ഇടിമിന്നലൊക്കെ ഉള്ളപ്പോഴത്തേക്കും മേലോട്ട് കയറ്റി വിടത്തില്ല. ഇതിപ്പം കാഴ്ചകൾ മൊത്തം ഉള്ളത് മേളിലാണ്, മലയുടെ മേളിലാണ് കാഴ്ചകൾ മൊത്തം. ഈ മലയുടെ മേളിലാണ് നീലക്കൊടുവേലി ഉണ്ടെന്നുള്ള ഒരു പരക്കുള്ളൊരു വിശ്വാസമുള്ളത്. ഓ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. മേളിൽ മൊത്തം കോടയാണ്.
ഭംഗിയൊക്കെ കുറച്ച് സമയം ആസ്വദിച്ച ശേഷം ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്. മുകളിലേക്ക് ജീപ്പ് സർവീസും അവൈലബിൾ ആണ്. ജീപ്പിലാണ് പോകുന്നതെങ്കിൽ ഒരാൾക്ക് 39 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഇല്ലിക്കൽ കല്ല് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള മൂന്നിലോ പഞ്ചായത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1036 മീറ്റർ അല്ലെങ്കിൽ 3099 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു മോണോലിത്ത് ആണ് ഇല്ലിക്കൽ കല്ല്. കൊടൈക്കനാലിൽ ഉള്ള പില്ലർ റോക്സിനോട് സാദൃശ്യമുള്ള ഒരു പാറയാണ് ഇല്ലിക്കൽ കല്ലും. ഇല്ലിക്കൽ കല്ലിൽ പ്രസിദ്ധമായ നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യം ഉണ്ട് എന്നാണ് പരക്കെയുള്ള ഒരു വിശ്വാസം. നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ അറബിക്കടൽ കാണാമെന്നും പറയുന്നുണ്ട്. ഇന്നെന്തായാലും അറബിക്കടൽ പോയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും കാണാൻ കഴിയാത്ത അത്ര കോടമഞ്ഞാണ്. ഇതുകൂടാതെ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന നദിയായ മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഇല്ലിക്കൽ മല. അങ്ങനെ ഏകദേശം 10 മിനിറ്റ് യാത്ര ചെയ്ത് ഞങ്ങൾ ജീപ്പ് റൈഡിൻ്റെ ഡ്രോപ്പിംഗ് പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ അധികം മുകളിലോട്ട് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇവിടം കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് ആയതിനു ശേഷം അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ഇരിപ്പിടങ്ങളും പിന്നെ ഈ മുകളിലോട്ട് പിടിച്ചു കയറാൻ നമുക്ക് സഹായകമായിട്ടുള്ള ഈ കൈവരികളുമൊക്കെ. അങ്ങനെ നടന്ന് മുകളിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. നല്ല കോടമഞ്ഞ് കാരണം ഇല്ലിക്കൽ കല്ല് എവിടെയാണെന്ന് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ എത്ര ലേറ്റ് ആയാലും കണ്ടിട്ടേ പോകൂ എന്ന തീരുമാനത്തിലായിരുന്നു കൊണ്ട് ഒരു കൈവരിയുടെ അടുത്ത് പോയി നിലയുറപ്പിച്ചു. ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ ആ നിൽപ്പ് തുടർന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ നിൽപ്പ് കണ്ട് കുറച്ച് സഹതാപം തോന്നിയിട്ടോ ആണോ എന്തോ പ്രകൃതി പെട്ടെന്ന് ആ കോടമഞ്ഞ് ഒന്ന് മാറ്റിത്തന്നു. അതും കുറച്ച് സമയത്തേക്ക് മാത്രം. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. എന്തായാലും അത്രയും സമയം കാത്തിരുന്നത് വെറുതെ ആയില്ല. അങ്ങനെ കിട്ടിയ സമയത്തിന് എല്ലാവരും ആവശ്യം പോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. കുറച്ച് സമയം കൂടി അവിടെ നിന്ന ശേഷം ഞങ്ങൾ തിരിച്ചു മലയിറങ്ങാൻ തുടങ്ങി. താഴെ വന്നപ്പോൾ തന്നെ തിരിച്ചു പോകാനുള്ള ജീപ്പ് വന്നിരുന്നു. അതിൽ കയറി ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് യാത്രയായി. താഴെ എത്തിയപ്പോൾ ഞങ്ങളെ കാത്തിരുന്നു ഒരു അടിപൊളി മഴയായിരുന്നു. കുറച്ചു നേരം മലമുകളിലെ ആ മഴ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. വലിച്ചടാ. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ താഴെ വന്നു. നല്ല മഞ്ഞായിരുന്നു. കോട കയറിയിട്ട് ഒരു വക കാണാൻ പറ്റില്ല. ഇടയ്ക്ക് മിന്നായം പോലെ എന്താ പറയുന്നത് ചെറിയ ദർശനങ്ങൾ, അതൊക്കെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ താഴോട്ട് വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. ഇനി പ്രത്യേകിച്ച് വേറെ എവിടെയും കയറുന്നൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നേരം എന്താ പറയുന്നത് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവിടെ തന്നെ നിന്നിടത്ത് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഇടയ്ക്കൊരു 5 സെക്കൻഡ് നേരം 10 സെക്കൻഡ് നേരമൊക്കെ നമുക്ക് ചെറിയൊരു ദർശനം കിട്ടിയത്.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.